നിലമ്പൂർ ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകി 30 വർഷം പിന്നിട്ടിട്ടും നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ ദുരിത ജീവിതം നയിക്കുകയാണ് ഭൂവുടമകൾ. അറ്റകുറ്റപ്പണി പോലും നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ വീടുകൾ പൊളിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണിവർ. ഭൂമി വിട്ടു നൽകാൻ തയ്യാറായിട്ടും സർക്കാർ വഞ്ചിക്കുന്നുവെന്നാണ് ഭൂവുടമകളുടെ പരാതി. ഒന്നും രണ്ടുമല്ല, 32 വർഷങ്ങൾ. നിലമ്പൂർ മുക്കട്ട നിവാസികളുടെ ദുരിത ജീവിതത്തിന് അത്രയേറെ പഴക്കമുണ്ട്. 1991 നിലമ്പൂർ ബൈപ്പാസിനായി ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചത്. ആകെയുള്ള 6 കിലോമീറ്റർ ദൂരത്തിൽ ഇതുവരെ നഷ്ടപരിഹാരം നൽകി ഏറ്റെടുത്തത് 2 കിലോമീറ്ററിൽ താഴെ മാത്രം. സർക്കാർ സർവേ നടത്തി കല്ലുകൾ നാട്ടിപ്പോയതോടെ ഈ ഭൂമി വിൽക്കാനോ തങ്ങളുടെ ആവശ്യങ്ങൾക്കൊന്ന് പണയം വെക്കാനോ പോലും പറ്റാതെയായി. പക്ഷേ വർഷം 30 ആയിട്ടും സർക്കാർ നടപടികൾ പൂർത്തിയായിട്ടില്ല. ഞങ്ങളുടെ വീടുകൾ പണയം വെക്കാനോ മക്കളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ബാങ്കിൽ വെക്കാനോ അതല്ലെങ്കിൽ ആ തൊടിയിൽ നിന്ന് ഒരു മരം മുറിച്ചു മാറ്റാനോ ഒന്നിനുമുള്ള ഒരു അവകാശം ഞങ്ങൾക്കില്ല. എന്തെങ്കിലും കാട്ടിയിട്ട് ഈ ഗവൺമെൻറ് ഒരു വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് ഞങ്ങൾക്ക് തരാനുള്ള പൈസ തന്ന് ഞങ്ങൾ പിരിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ട് ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിയാണ്ട് വീട് വെക്കാൻ പറ്റും. 257 കുടുംബങ്ങളാണ് ഈ കാലം അത്രയും പരാതിയുമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയത്. താമസിക്കുന്ന വീടുകൾ പൊളിഞ്ഞു വീഴാൻ തുടങ്ങിയെന്നല്ലാതെ അധികാരികൾ തിരിഞ്ഞു നോക്കിയില്ല. ഞങ്ങളെ കാലങ്ങളൊക്കെ കഴിഞ്ഞു തുടങ്ങാനായില്ല. ഇനിയിപ്പോൾ ഇത് വീണുങ്ങാണ്ട് ഞങ്ങൾ മരിക്കൂല. കാരണം ജീവനാവുള്ളൂ. അപ്പം നമ്മളെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പം ആരും തിരിഞ്ഞു നോക്കൂല. ഇനി എത്ര കാലം ജീവനിൽ ഭയന്ന് ഞങ്ങൾ ഇങ്ങനെ തന്നെ ജീവിക്കണമെന്നാണ് ഈ മനുഷ്യരുടെ ചോദ്യം. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.